എടോ കുറുപ്പേ, എത്ര നേരം ഒരു ചായക്ക് പറഞ്ഞിട്ട്? സാർ റെഡി ആയിരിക്കുന്ന കാര്യം അറിഞ്ഞില്ല, ക്ഷമിക്കണം. സാറിന് ചായ മാത്രം മതിയോ അതോ കുറച്ച് ഏത്തപ്പഴം കൂടി പുഴുങ്ങിക്കൊണ്ട് തരട്ടെ? എന്ത് പണ്ടാരെങ്കിലും എടുത്തോണ്ട് പാടോ? എനിക്കടത്തെ തമ്പ്രാൻ കുഞ്ഞിങ്ങോട്ട് വരട്ടെ. എന്റെ അഹമ്മദൊക്കെ പറയുന്നുണ്ട്, സാറില്ലാത്തപ്പോ സാറിന് അലക്കാനിട്ട് ഉടുപ്പും തൊപ്പിട്ടുകൊണ്ട് നടക്കാൻ ഞാൻ പറയും. ഊരടായി അലക്കാനിട്ട ഡ്രസ്സാണെങ്കിലും അതിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് എനിക്ക് പിടിക്കുന്നില്ലല്ലോ കുറുപ്പേ. എന്റെ പ്രൊമോഷൻ ഞാൻ ഊരട ഡോബി കാത്ത് കിട്ടടാ. നീ വെറും പട്ടാളക്കാരനാ, ഒരു ശിപ്പായി. നിന്റെ ഭാവം കണ്ട നീ കാണലും തമ്പ്രാൻ കുഞ്ഞ് ശിപ്പായി ആണെന്നേ തോന്നുള്ളൂ. വന്ന് വന്ന് നിനക്ക് ആരും പേടിയില്ലാണ്ടായി. അതിനെങ്ങനെ? തമ്പ്രാൻ കുഞ്ഞ് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കല്ലേ. പക്ഷെ ആ തണ്ടും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. ചൂടാവല്ലേ കുറുപ്പേട്ട, ഞാൻ ഒരു തമാശ തമാശ. മനുഷ്യ ഭ്രാന്തായിരിക്കുമ്പോഴാണ് അവന്റെ ഒരു തമാശ. എല്ലാവർക്കും കയറി ഇറങ്ങാൻ ഞാൻ ഒരുത്തണ്ടല്ലോ ഇവിടെ. തമ്പ്രാട്ടി മരിച്ച ദിവസം കോവിലകം വിട്ട് പോവാൻ നിന്നവനാ ഞാൻ. തമ്പ്രാൻ കുഞ്ഞ് പറഞ്ഞുകൊണ്ട് നിന്നാ. പക്ഷെ അന്ന് തൊട്ടേനും പിടിച്ചതിനൊക്കെ തെറി എനിക്കാ. ഇന്ന് രാവിലെയും കിട്ടി കുറെ കാപ്പൂമ്മ. എന്നെ ഇതുവരെ മണീന്നല്ലാതെ കാപ്പൂമ്മ എന്നൊന്നും വിളിച്ചിട്ടില്ല. നിന്നെ വിളിക്കില്ലല്ലോ, നീ അങ്ങേരുടെ ചക്കരും പഞ്ചാരും ഒക്കെ അല്ലേ. കുഞ്ഞനിയ എന്നല്ലേ വിളിക്കുന്നത് തന്നെ. വാച്ച്, ഷൂസ്, കളസമൊക്കെ വാങ്ങിത്തരല്ലേ. ഇനി മണികണ്ഠ തമ്പുരാനാക്കി കേടാ പേര്. നിന്നെ അയാൾ കൊഞ്ചിച്ച് വഷളാക്കി. നീ ഒന്നും നന്നാവുന്ന ലക്ഷണേ ഇല്ല. എന്നെ കൊഞ്ചിക്കുന്നതേ എന്റെ സ്വഭാവ ഗുണം കൊണ്ടാ. നിങ്ങളെ തെറി പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട്. എടാ, എന്റെ കയ്യിലിരിപ്പ് ശരിക്കും നീ കണ്ടിട്ടില്ല. അയ്യേ, എനിക്ക് കണ്ടേ. ക്യാൻറ്റീനിൽ സാധനങ്ങൾ വാങ്ങാൻ സാറിന്റെ ചിറ്റ്. അത് വീട്ടിൽ വെച്ച് വാങ്ങിച്ചൂടെ? ഇവിടെ വന്നാണ് ചോദിക്കുന്നത്. സോറി സാർ. അവന്റെ ഒരു വിനയം. ഒരാവശ്യം രണ്ട് വയറ്. ഇവൻ ആളിത്തിരി കുഴപ്പക്കാരൻ. തന്റെ ഓർഡറിലാണെന്ന് പറഞ്ഞ് ഇത്തിരി ഗമ കൂടുതലാണ്. അവനൊരു പാവമാണ്. എനിക്ക് അവന്റെ ഒരു അനിയനെ പോലെ. എന്റെ ഈ മുരടിച്ച ജീവിതത്തിൽ അവൻ ഒരാശ്വാസം. ഇപ്പോഴും ഇതൊക്കെ അറിയാല്ലേ? ഒന്നും എടുത്ത് വെച്ചില്ലേ? ഈ വിസ്കി അല്ല, സാധനം ഒരു തുള്ളി പോലും ഇല്ല. ഇല്ലേ? മനുഷ്യന് കഴിക്കണമെന്ന് തോന്നുമ്പോ മുടക്കം പറയാനാണോ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇല്ലെങ്കിൽ വാങ്ങി വെക്കണം. അതിനല്ലേ ഞാൻ അവിടെ വന്നേ. അപ്പൊ സാറല്ലേ അവിടെ നിന്ന് ഓടിച്ച്. ഞാൻ വിചാരിച്ചു സാറ് കുടി നിർത്തിയെന്ന്. കുടി നിർത്തിയെന്നില്ല അച്ഛൻ. അല്ല, നിന്റെ കൈ കാണുമല്ലോ. എന്റെ കയ്യില്ല. എന്താ, നീ കഴിക്കാറില്ലേ? കുപ്പി വാങ്ങാനല്ലേ നീ ക്യാൻറ്റീനിൽ കിടന്ന് അടി ഉണ്ടാക്കിയത്? അത് റമ്മ. റമ്മൻ തന്നെ പിടിച്ച് വിഴുങ്ങും. ഓർത്തുണ്ടോടാ? അല്ല, എനിക്ക് ഒരു മാസത്തേക്ക് കഴിക്കാൻ. ഒരു മാസത്തേക്ക് നീ കഴിക്കണ്ടപ്പോ? അല്ല സാർ, ഒന്നുകൂടി ആലോചിച്ച്. എന്നെടുത്ത് എന്റെ മദ്യത്തില് പാറ്റ വീണു കുറുപ്പേട്ട. ആകെ കുഴഞ്ഞു. എന്റെ റം വേണോന്ന്. ആർക്ക്? സാറിന്. ഇപ്പൊ തന്നെ 5-6 വീശിയുണ്ട്. ഇനി അതിന്റെ പുറത്ത് ഇനി ഇത്. ആകെ ഒരു കുപ്പി എന്റെ കയ്യിലുള്ളൂ. നിനക്കത് കിട്ടണടാ, കിട്ടണം. വല്ലപ്പോഴും ഞാനൊരു തുള്ളി വെച്ചാൽ കിടന്ന് ചാടലല്ലേ. അതിന് ദൈവം തന്നാണിത്. ഈശ്വര, ഇതിലൊരു തുള്ളി പോലും ബാക്കി വെക്കരുത്. സർ, ഒരു മാറ്റവും ഇല്ലാതെ ചിട്ടയോടെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു അല്ലേ കുറിപ്പേട്ട? അതെ, പക്ഷെ ഇന്നൊരു മാറ്റമുണ്ട്. എന്താ അത്? സാധാരണ വിസ്കി അല്ലേ, ഇന്ന് എന്റെ റമ്മ. എടാ, ഇത് മദ്യല്ലടാ, കരിമ്പിൻ ജ്യൂസാ. അറിയോ നിനക്ക്? പൂവ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ കൊണ്ടുപോകാറുണ്ട്. അവൻ വീണ്ടും തുടങ്ങി അവന്റെ ഒരു നാട്. ഉളുവാ തമ്പുരാൻ, എന്ത് മാങ്ങാത്തോലും എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ അവൻ പറയും അത് അവന്റെ നാട്ടിലുണ്ടെന്ന്. നിന്റെ നാട്ടിൽ ചെകുത്താനുണ്ടോ? അയ്യോ, അത് മാത്രമില്ല. കുറുപ്പേട്ടനൊന്ന് അത്രയുടെ വരെ വന്നാ അതുമായി. സാറേ, ഞാൻ പറയുന്ന പുളുവൊന്നുമല്ല. ആറും പുഴകളും തടാകവും ചുറ്റും നീല നീല മലകളും കാടും കാട്ടാനയും കാട്ടാറും മൃഗങ്ങളും പക്ഷികളും. ഇത്രയും ഭംഗിയുള്ളൊരു നാട് വേറെ ഇല്ല. സാറൊന്ന് നോക്കണം. ചന്ദ്രഗിരി അല്ലേ നിന്റെ നാട്? സാർ കാശ്മീരിൽ പോയിട്ടില്ലേ? അവിടെ എഴുതി വെച്ചിട്ടില്ലേ, ലോകത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് അതിതാണ് അതിതാണ്. സാർ എന്റെ നാട് കണ്ടു കഴിഞ്ഞാൽ ആ ബോർഡ് അവിടെ നിന്ന് ഇളക്കി ഇവിടെ കൊണ്ടുവന്ന് കുത്തും. സാർ, സാറേ
ആ മണി, നിനക്ക് വന്നൊരു കത്ത് ആ ഗോപി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ചേട്ടൻ ഉടനെ വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാവും. വേറെ ചില ആലോചനകളുമായിട്ട് ചെറിയ അച്ഛൻ വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ നീ തല്ലുണ്ടാക്കി ഉണ്ടാക്കിയോന്ന് ഉണ്ടാക്കി. ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? സഹിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്താണ് സാർ. ഇത്ര സഹിക്കാൻ പറ്റാത്ത എന്താ അവിടെ ഉണ്ടായത്? എന്റെ കത്ത് പൊടിച്ചു വായിച്ചു പോട്ടെ, പക്ഷെ സാറിനെ പറ്റി എനിക്ക് സഹിച്ചില്ല. ഞാൻ ഇടിച്ചു. എന്നെ പറ്റി എന്ന് പറയാം. സാറിനെ അവൻ അവൻ കടുവാന്ന് വിളിച്ചു. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഇടിച്ച് ശരിപ്പെടുത്തി കളഞ്ഞു. അതിന് ഇടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അല്ല സാർ, ഞാൻ ആദ്യം പറഞ്ഞു കടുവാന്ന് വിളിക്കരുന്ന്. കടുവാന്ന് വിളിച്ചാൽ കടുവയാവുമെന്ന് അവർ ചോദിച്ചു. കടുവാന്ന് വിളിച്ചാൽ കടുവയാവില്ലേ, പിന്നെ കടുവാന്ന് എന്തിനു വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു കടുവയുടെ സ്വഭാവം കാണിച്ച കടുവാന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ കടുവയല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു സാർ കടുവയെന്ന് പറഞ്ഞു. ഇനി കടുവാന്ന് വിളിച്ചാൽ എന്നെ ഇടിക്കുന്നു പറഞ്ഞു. അപ്പൊ അവര് പിന്നെ കടുവയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കാട്ടിലാണ് കടുവന്ന്. അപ്പൊ പറഞ്ഞു നാട്ടിലെ കടുവയാണ് ഈ കടുവന്ന് വിളിച്ചാൽ ഞാൻ തെറ്റ് ചെയ്ത സ്ഥിതിക്ക് ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. പലതവണ നിന്നെ ഞാൻ വെറുതെ വിട്ടതാ. ഇത്തവണ അത് പറ്റില്ല. വൈകിട്ട് 5 മണി വരെ പുറത്ത് വെയിലത്ത് നിന്നോണം, അനങ്ങാതെ. ഇന്ന് സാറ് പട്ടിണിയാണേ. മുട്ടയില്ല, പാലില്ല, വിസ്കിയില്ല, സോഡയില്ല. എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയാല് അടുക്കള പുകയില്ല. ക്യാൻറ്റീൻ അടയ്ക്കുന്നതിന് മുമ്പ് ശിക്ഷ തീരണം. ഇല്ലേ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. സാർ അത് നടക്കും. കാല് മടങ്ങി. Good evening, Colonel. How are you? Thank you. പെണ്ണായതുകൊണ്ട് അമ്മ മുടക്കം പറയുന്നെന്ന് വിചാരിക്കരുത്. ഈ തരത്തിൽ ജീവിച്ച ഒരു പെൺകുട്ടിയെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ല. പുറത്ത് മേനി ശീലിച്ച പശുക്കള് ആലയിൽ അടങ്ങില്ലെന്നാ പറയുക. അമ്മ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കുകയാണ്. സ്വാതി എനിക്കറിയാം, അവൾ അങ്ങനെയുള്ള പെണ്ണൊന്നുമല്ല. പിന്നെ ഈ ഫോട്ടോസ് കണ്ടിട്ടാണെങ്കിൽ മോഡേൺ ലൈഫിൽ ഇതൊക്കെ വളരെ സാധാരണമാണ്. അത് തെറ്റായി കാണുന്നത് അമ്മയുടെ ഓർത്തഡോക്സ് മെന്റാലിറ്റി ഉണ്ട്. അങ്ങനെയാണോ നീ അമ്മയെ മനസ്സിലാക്കിയിരിക്കുന്നത്? നീ വേറെ ഏത് പെൺകുട്ടിയെ വിവാഹം കഴിച്ചാലും എനിക്ക് വിരോധമില്ല. അവളുടെ ജാതിയോ സ്റ്റാറ്റസോ ഒന്നും നോക്കണ്ട. പഠിപ്പും മുതലും ഒന്നും ഇല്ലാത്ത ഒരു നാട്ടുപുറത്തുകാരിയാണെങ്കിലും കൊള്ളാം. അറ്റ്ലീസ്റ്റ് നിന്റെ കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരുവളായിരിക്കണം. അതിന് ഇവള് പറ്റില്ല. ഈ ഫോട്ടോ മാത്രമല്ല, ഇവൾ സിംലയിൽ പഠിച്ചിരുന്ന കാലം തൊട്ട് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ജീവിച്ചിരുന്ന രീതികൾ വരെ കുറെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അമ്മ എങ്ങനെ അറിഞ്ഞു? അതെന്തിന് നീ അറിയണം? ആ കവറിങ് അത് നീ കാണണ്ട. കാണണം. നീ ആരാടാ സ്വാതിയെ കുറിച്ച് എന്റെ അമ്മയ്ക്ക് കത്തെഴുതാൻ? അതെ, ഞാൻ തന്നെ ആ കത്തെഴുതിയത്. തന്റെ ഒരു സുഹൃത്തെന്ന നിലയിൽ. ചെറുതലെ മുതലേ സ്വാതി എനിക്കറിയാം. എനിക്ക് നിന്നെ അറിയാം. കോവിലകത്ത് സംസ്കാരവുമായി ചേർന്ന് പോകുന്നതല്ല അവരുടെ സ്വഭാവം.
അവൾ നിനക്ക് ചേരില്ല. എനിക്ക് ചേരുന്നതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നീയല്ല. ജീവിതത്തിന്റെ കാര്യത്തിൽ രവി വെറുതെ വാശി പിടിക്കുകയാണ്. വാശിയെങ്കിൽ വാശി തന്നെ. ഐ ഡോണ്ട് വാണ്ട് എനി ബ്ലഡി അഡ്വൈസ് ഫ്രം എനിബഡി. ഐ വിൽ മാരി. വരുന്നുണ്ട്, നീ എന്നെ ചോദിച്ചോ? വേണ്ട, കുറുപ്പേട്ടൻ തന്നെ ചോദിച്ചാൽ മതി. ഇവനെന്തോ ചോദിക്കാനുണ്ടെന്ന്. സാർ, എന്താ? കുറച്ച് ലീവ് കിട്ടിയാ കൊള്ളാന്ന്. എന്തിനാ? നാട്ടിലേക്കൊന്ന് പോണെന്നല്ലേ? ആ, അവന് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് താനാണല്ലോ ചോദിക്കുന്നത്. ഒരു കല്യാണക്കാരിയോ? നീ എന്താ കല്യാണം കഴിക്കാൻ പോകുന്നത്? അതല്ല, പെങ്ങളുടെ കല്യാണക്കാരിയാ. അതിന്റെ പേരില് അവിടെ എന്തൊക്കെയോ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ, കല്യാണം കഴിച്ചാൽ ചിലപ്പോ തകരാറിലൊക്കെ ഉണ്ടായെന്ന് വരും. അതിനിപ്പോ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അവിടെ പോയി കൂടുതൽ തകരാറുണ്ടാക്കാനോ? അല്ല, അമ്മ വേഗം ഒന്ന് അത്രയിടം വരെ ചെല്ലണോന്ന് പറഞ്ഞു. ഓഫീസിൽ ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തേക്ക്. അറിഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം കാശ്മീരിൽ പോയ നമ്മുടെ പ്ലാറ്റൂൺ പകുതിയും ഒരു ബോംബ് എക്സ്പ്ലോഷനിൽ മരിച്ചു. അതെങ്ങനെ? നേരിട്ടുള്ള യുദ്ധമല്ലല്ലോ, ഗറില്ല വാറിലെ അവിടെ നടക്കുന്നത്. തിരിച്ചു വന്നാ ഭാഗ്യം. സർ, എന്റെ ലീവ് ആപ്ലിക്കേഷനാ. വർമ്മ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ നോക്കാം. ഓഫീസിൽ കണ്ടില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ചു എവിടെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും. മനസ്സിനൊരു സുഖമില്ല സലീഷ്. എനിക്കറിയാം. ഞാനൊരു കാര്യം പറഞ്ഞാൽ രവി കേൾക്കൂ. താനൊരു 2-3 മാസം ഇവിടെ നിന്ന് മാറി നിൽക്കും. എങ്ങോട്ട്? പഴയ ഓർമ്മകളൊന്നും മനസ്സിനെ അലട്ടാത്ത എങ്ങോട്ടെങ്കിലും. ഞാനത് ആലോചിക്കാഞ്ഞിട്ടല്ല. കോലോത്തി എന്ന അമ്മയുടെ ഓർമ്മ മറ്റെവിടെങ്കിലും ആണെങ്കിൽ സ്വാതിയുടെ ഓർമ്മ വരും. തനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വെറുതെ ഇരിക്കും. ആൻ ഐഡിയൽ മൈൻഡ് ഈസ് ഡബിൾസ് വർഷം. രവിക്ക് ഹണ്ടിങ് ഇഷ്ടമല്ലേ? ആ, അങ്ങനെ എവിടെങ്കിലും? അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ചന്ദ്രഗിരി. തനിക്ക് എങ്ങനെ ചന്ദ്രഗിരിയെ പറ്റി അറിയാം? നമ്മുടെ മണിയുടെ നാടാ. അവൻ 1000 നാവ് ആ സ്ഥലത്തെ പറ്റി പറയുമ്പോൾ. വെരി ഗുഡ്. ഇറ്റ്സ് എ നൈസ് റിമോട്ട് വില്ലേജ്. എൻ്റെ കുട്ടിക്കാലത്ത് വെക്കേഷന് ഞങ്ങൾ അവിടെ ഒരു ഗവർണറുകളുടെ വീട്ടിൽ പോയി താമസിക്കായിരുന്നു. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഗവർണറുടെ വീട്ടിൽ താമസിക്കാൻ ശരിയാക്കാം. അതിപ്പോ പൂട്ടിക്കിടക്കുക. എന്തു പറയുന്നു? ആയിക്കോട്ടെ. ഗോപി, എനിക്ക്